അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ പിടിച്ചുലിച്ചുകൊണ്ട് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെയും പത്നി സീലിയ ഫ്ലോറസിനെയും അമേരിക്കൻ സൈന്യം തടവിലാക്കിയ വാർത്ത ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾക്കൊടുവിൽ അതിസാഹസികമായ സൈനിക നീക്കത്തിലൂടെയാണ് US ഭീകരവിരുദ്ധ സേനയായ ഡെൽറ്റ ഫോഴ്സ് വെനസ്വേലൻ മണ്ണിൽ കടന്ന് മഡുറോയെ പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കാരക്കാസിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് നേരെ അമേരിക്കൻ വ്യോമസേന ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ഇതിന് തൊട്ടു പിന്നാലെ ഡെൽറ്റ ഫോഴ്സ് മഡുറോയുടെ സ്വകാര്യ വസതിയിലേക്ക് ഇരച്ചു കയറുകയുമായിരുന്നു. ഉറക്കത്തിലായിരുന്ന മഡുറോയെയും ഭാര്യയെയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തോക്കിന് മുന്നിൽ നിർത്തി കീഴ്പ്പെടുത്തി വായുമാർഗം ന്യൂയോർക്കിലേക്ക് കടത്തുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂയോർക്കിലെ മാൻഹട്ടനുള്ള ഹെലിപോർട്ടിലാണ് ഇവരെ ആദ്യം എത്തിച്ചത്. തുടർന്ന് അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ സ്റ്റുവർട്ട് നാഷണൽ ഗാർഡ് ബേസിലേക്ക് മാറ്റിയ ഇരുവരെയും വിപുലമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. നിലവിൽ ബ്രൂക്ലിൻ തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്ന മഡുറോയെ അമേരിക്കൻ ലഹരിവിരുദ്ധ സേനയായ DEA നേരിട്ട് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഈ നടപടിയെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് വിവരം ലോകത്തെ അറിയിച്ചത്. മഡുറോയുടെ ഭരണകാലം അവസാനിച്ചുവെന്നും ഇനി വെനസ്വേല അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. മഡുറോയ്ക്കെതിരെ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അമേരിക്കൻ നിയമവകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ദശാബ്ദങ്ങളായി തുടരുന്ന നാർക്കോ ടെററിസം ഗൂഢാലോചന, അന്താരാഷ്ട്ര തലത്തിലുള്ള കൊക്കെയ്ൻ ഇറക്കുമതി, US-നെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള വിനാശകരമായ ആയുധങ്ങളുടെയും യന്ത്രത്തോക്കുകളുടെയും കൈവശം വെക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. വർഷങ്ങളായി ലഹരി മാഫിയകളുമായി ചേർന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ മഡുറോ ഭരണകൂടം കൂട്ടുനിന്നുവെന്ന് വാഷിംഗ്ടൺ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഈ നീക്കത്തിനെതിരെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ട്രംപിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. വെനസ്വേലയിൽ നടത്തിയത് തികച്ചും ബുദ്ധിശൂന്യമായ സൈനിക നടപടിയാണെന്നും അമേരിക്കൻ ജനത ഇത്തരമൊരു യുദ്ധസമാനമായ സാഹചര്യം ആഗ്രഹിക്കുന്നില്ലെന്നും അവർ തുറന്നടിച്ചു. അമേരിക്കൻ സൈനികരെ വലിയ അപകടത്തിലേക്കാണ് പ്രസിഡന്റ് വലിച്ചഴിക്കുന്നതെന്ന മുന്നറിയിപ്പും അവർ നൽകി. അന്താരാഷ്ട്ര തലത്തിലും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ചേരിതിരിവ് പ്രകടമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മഡുറോയെ ബന്ദിയാക്കിയ നടപടി വലിയ തർക്കങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാനിയോ ലൂല ഡ സിൽവ അമേരിക്കയുടെ കടന്നുകയറ്റത്തെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. ഇതൊരു നയതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉറുഗ്വേ അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക ഇടപെടലുകൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അർജന്റീനൻ പ്രസിഡന്റ് ജാവിയർ മിലൈ ഇതിനെ സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്. മഡുറോയുടെ പതനം ആഘോഷിക്കപ്പെടേണ്ടതാണെന്നാണ് മിലയുടെ നിലപാട്. റഷ്യയും ഇറാനും ഈ വിഷയത്തിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഒരു പരമാധികാര രാജ്യത്തിന്റെ തലവനെ ഇത്തരത്തിൽ ബന്ദിയാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കനാലും വിഷയത്തിൽ അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ തീരുമാനിച്ചു. വെനസ്വേലയിലെ പുതിയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി UN നാളെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം സാമ്പത്തിക ഉപരോധങ്ങളും ലഹരിക്കടത്ത് ആരോപണങ്ങളും ഉന്നയിച്ച് മഡുറോയെ തളർത്താൻ ശ്രമിച്ച ശേഷമാണ് അമേരിക്ക ഈ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് മുതിർന്നത്. വെനസ്വേലയിലെ ഭരണം അട്ടിമറിക്കാനും മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുമുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ മഡുറോയെ കോടതിയിൽ ഹാജരാക്കുന്നതും തുടർന്നുള്ള നിയമ നടപടികളും അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിയമപ്രശ്നങ്ങളും നയതന്ത്ര തിരിച്ചടികൾക്കും ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ന്യൂയോർക്കിലെ കോടതിയിൽ മഡുറോയെ ഹാജരാക്കുമ്പോൾ ലോകത്തിന്റെ കണ്ണ് ആ വിചാരണയിലേക്കായിരിക്കും. വെനസ്വേലയിൽ അവശേഷിക്കുന്ന സൈന്യവും ജനങ്ങളും ഈ അപ്രതീക്ഷിത അട്ടിമറിയോടെ എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ നിർണായകമാകും. ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇത് എന്നേക്കുമായി മാറ്റിയെഴുതുമെന്നതും ഉറപ്പാണ്.